അബുദാബിയിൽ കാലാവസ്ഥയൊക്കെ മാറി, നല്ല അടിപൊളി കാലാവസ്ഥ ഇപ്പം വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാർക്കിലേക്ക് പോയിരിക്കാനുള്ള സമയമായെന്ന് ജനങ്ങളെ അറിയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് എത്തിയത് അൽവത്ബ ലേക്കിലാണ്. കുറേ കാലം ഇതിനു മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു കാലാവസ്ഥ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണിയാണ്. എന്നാലും നല്ല സുഖമുള്ള കാലാവസ്ഥ. ഞങ്ങൾ ടെൻ്റൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ യാത്ര തന്നെ. ഇവിടെ ഇന്ന് തമ്പടിച്ച് ഫുൾ നൈറ്റ് ഇവിടെ കൂടേണ്ട പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള സാമഗ്രികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീഡിയോ കാണാം. നല്ല ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ കൂടുതൽ ആളുകളൊന്നും എത്തിയിട്ടില്ല. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ആളുകൾ എന്തായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയുള്ളത്. ഷാർജയിൽ നിന്നുള്ള സമുക്കുട്ടനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വെളിയിൽ വരുമ്പോൾ കുറേ നാൾ ഈ ചൂടുന്നുകൊണ്ട് വീട്ടിൽ റൂമിൻ്റെ അകത്ത് തന്നെ നിന്നിട്ടേ എല്ലാവരും മൊബൈലും ടി വിയും തന്നെ ശരണമായിരുന്നു. ഇനിയിപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു മോചനം കൂടി ആവട്ടെ എന്ന് വെച്ചിട്ടാണ് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അടുത്തിട്ടെടുക്ക്. തൊട്ട് അടുത്ത് തന്നെ ഒരു പാകിസ്ഥാനി ഫാമിലി ഉണ്ട്. അവർ സത്യം പറഞ്ഞാൽ അവരുടെ കിച്ചൺ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളേ തോന്നുന്നു. എല്ലാ സാധനം കൊണ്ട് സെറ്റപ്പാണ്. अब इधर से बनाया इधर ही बनाया मतलब घर से बना के लेके इधर ही बनाया अच्छा മറ്റു സംബന്ധിച്ച് നല്ല വൃത്തിയായിട്ടുള്ള ബാത്റൂം സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. എന്തായാലും ഒന്നൊന്നല്ല, ഒന്നിൽ കൂടുതൽ 3-4-5 ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകൾക്ക് വേറെയും അതുപോലെ തന്നെ പുരുഷന്മാർക്ക് വേറെ തന്നെയുണ്ട്. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ഏതായാലും അസ്ർ നിസ്കരിക്കണം. അപ്പം അതിലുള്ള ഇത് പുതൊക്കെ എടുത്ത് അവിടെ നിസ്കരിക്കേണ്ട പരിപാടിയാണ്. നോഫൽ പറഞ്ഞ സാധനം അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. മൂക്കിനുള്ളിൽ തുളച്ച് കയറി. ജമുന് 2 കൂട്ടുകാരും കൂടി കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ്. അവരുടെ മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മീനെ പിടിക്കലും എൻജോയ് ആണ്. 1-2 ആൾക്കാരും കൂടി വരാനുണ്ട്. അവർ വെയിറ്റ് ചെയ്യാണ്. ചിക്കനൊക്കെ നമ്മൾ മസാല തേച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ വെച്ചിട്ട് ചേർപ്പളയാക്കി. അതുമാത്രമല്ല കുറച്ചൊരു ട്രേ മുട്ടിയും വാങ്ങിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ബുൾസി ഉണ്ടാക്കി. അങ്ങനെ തിന്നുക കുടിക്കുക കഥ പറയുക. അങ്ങനെ ഈ അൽവത്ബയിൽ ഈ ഒരു രാത്രി നമ്മൾ ചെലവഴിക്കും.